بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. എന്താണ് തൻജീം എന്ന് പറഞ്ഞാൽ? തഅല്ലുമു ഇൽമിൻ നുജൂം, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം. എത്ര തരത്തിലുണ്ട്? ഏതൊക്കെയാണ്? ഇൽമു തഅസീർ വൽമു തസ്യീർ. ഇൽമു തസ്യീർ ഇൽമു തഅസീർ എത്ര തരത്തിലുണ്ട്? ഒന്നാമത്തെ ഹാലെന്താണ്? നക്ഷത്രങ്ങൾ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുക. അതിന് ഹുക്ം എന്താണ്? ശിർക്കുൻ അക്ബർ. രണ്ടാമത്തത് അതിനെ സബബാക്കുന്നു, അതോടൊപ്പം ഇൽമുൽ ഗൈബ് അവകാശപ്പെടും. അതിന് ഹുക്ം എന്താണ്? കുഫ്റുൻ. എന്തുകൊണ്ടാണ് കുഫ്റായി തീരുന്നത്? ഇൽമുൽ ഗൈബ് അവകാശപ്പെട്ടുകൊണ്ട്. മൂന്നാമത്തത് ഖൈറും ഷർറും സബബായിട്ടുള്ളത് നക്ഷത്രങ്ങളാണെന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഭൂമിയിലൊരു സംഭവം നടന്നാൽ അതിനുള്ള സബബ് നക്ഷത്രങ്ങളാണ്, അല്ലെങ്കിൽ അതിലേക്ക് നസ്ബ് ചെയ്യാം, നക്ഷത്രങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുക. അതിന് ഹുക്ം എന്താണ്? ശിർക്കുൻ അസ്ഗർ. അല്ലാഹു തആല സബബാക്കാത്ത ഒന്നിനെ സബബാക്കി, അതുകൊണ്ട് അത് ശിർക്കുൻ അസ്ഗറാണ്. ഇൽമു തസ്യീർ എത്ര തരത്തിലുണ്ട്? ഏതൊക്കെയാണ്? ദീനിയ ദുന്യവിയ. ദീനിയായിട്ടുള്ളത് ഏതുപോലെ? ഖിബലയുടെ ദിശ അറിയുന്നതിന് വേണ്ടി. അത് ചിലപ്പോൾ എന്തായി തീരാം? വാജിബായി തീരാം. ഈ ദുന്യവിയായിട്ടുള്ളത് ദിശ അറിയുന്നതിന് വേണ്ടി, യാത്രയിലും മറ്റും ദിശ അറിയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സീസണുകളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി. അതിന് ഹുക്ം എന്താണ്? ജൈസ. ഖലഖല്ലാഹു ഹാദിഹിൽ നുജൂം ലിസലാസിൻ. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? സീനത്തൻ ലിസ്സമാ, റുജൂമൻ ലിശയാത്തീൻ, വഅലാമാത് യുഹ്തദാ ബിഹാ. ചന്ദ്രന്റെ ഘട്ടങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തിന്റെ ഹുക്ം എന്താണ്? ചന്ദ്രങ്ങളെ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുക ഹുക്ം എന്താണ്? ജായിസ് അല സഹീഹ്. ജായിസുൻ അല സഹീഹ്. قال الإمام النجدي رحمه الله: باب ما جاء في الاستسقاء بالأنواع. باب ما جاء في الاستسقاء بالأنواع. الاستسقاء السين والتاء. استسقاء എന്നതിലെ സീനും തായും അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? തദുല്ലു അല ത്വലബ്. ത്വലബിനെ സൂചിപ്പിക്കുന്നതാണ്. സീൻ വത്ത. അൽ ഇസ്തിസ്ഖാ, അൽ ഇസ്തിആന, അൽ ഇസ്തിഗ്ഫാർ, കുല്ലു ദാലിക യദുല്ലു അല ത്വലബ്. അപ്പോൾ പറയുന്നൊരു കാര്യത്തെ ത്വലബ് ചെയ്യുന്നതാണ്. ഇസ്തിആന ത്വലബുൽ ഔൻ, വൽ ഇസ്തിഗ്ഫാർ ത്വലബുൽ മഗ്ഫിറ. അപ്പോൾ ഇവിടെ അൽ ഇസ്തിസ്ഖാ ത്വലബു സുഖിയ. അൻവാ എന്ന് പറഞ്ഞാൽ ജംഉ നൗഇൻ. ജംഉ നൗ. നമ്മൾ മുമ്പത്തെ ബാബിൽ പറഞ്ഞിട്ടുണ്ട് നൗവിനെ സംബന്ധിച്ച്. ലാ അദ്വ വലാ തിയറ
ولا هام ولا صفر وزاد مسلم ولا نوء ولا غول ولا نوء അതിന്റെ ജമാണ് അൻവാ നൗഉൻ എന്നതിന്റെ ജമാണ് അൻവാ ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടമാണ് മഴയ്ക്ക് വേണ്ടി തേടുക എന്തുകൊണ്ട് അൻവായിനെ കൊണ്ട് അൻവാ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ് ഉദ്ദേശം അപ്പോൾ നക്ഷത്രങ്ങളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടുക അപ്പം അതിന്റെ ഹുക്കം എന്താണ് الأنواع جمع نوع خصها بعضهم بمنازل القمر وبعضهم خصها بالنجوم القول الأول أقوى ഇപ്പം ചില ഉലമാക്കള് നൗ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ആ പല ഘട്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഘട്ടങ്ങൾ മാത്രമാണ് ചില ഉലമാക്കൾ പറഞ്ഞത് നക്ഷത്രങ്ങൾ മാത്രമാണ് ആദ്യം പറഞ്ഞ ഖൗലാണ് അഖ്വ ചന്ദ്രന്റെ പല ഘട്ടങ്ങൾ ആ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി തേടുക അതാണ് അൽ ഇസ്തിസ്ഖാ ബിൽ അൻവാ وقول الله تعالى وتجعلون رزقكم أنكم تكذبون وتجعلون رزقكم أنكم تكذبون وتجعلون رزقكم أنكم تكذبون സത്യത്തെ നിഷേധിക്കുക ഹക്കിനെ നിഷേധിക്കുക എന്നത് നിങ്ങളുടെ വിഹിതമാക്കി ഇരിക്കുകയാണോ വിഹിതമാക്കുകയാണോ വതജഅലൂന റിസ്ഖക്കും അപ്പോൾ നിങ്ങളുടെ ആ റിസ്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക്കാണ് ഉദ്ദേശം അത് മഴയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിഅമത്തുകളാകാം ആ നിഅമത്തുകളെ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ചേർത്തി പറയുന്നു അതായത് ഇന്ന നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് അല്ലെങ്കിൽ ഇന്ന ആളുടെ ബറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടിയെ കിട്ടിയത് അങ്ങനെ അല്ലാഹു തആല നിഅമത്തുകളെ നൽകിയിട്ട് ആ നിഅമത്തുകളെ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുന്നു അല്ലാഹു അല്ലാത്തവരിലേക്ക് നസ്ബ് ചെയ്യുന്നു وهذه الآية نزلت بسبب نزولها لما كان بعضهم يقول مطرنا الليل بنوء كذا وكذا അപ്പോൾ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിട്ടുള്ള കാരണം സബബ് ചില ആളുകൾ പറഞ്ഞു ഇന്ന നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് ഈ രാത്രി മഴ ലഭിച്ചത് അല്ലെങ്കിൽ ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് ഈ രാത്രി മഴ ലഭിച്ചത് എന്ന് ചില ആളുകൾ പറഞ്ഞു أي بسبب نوع كذا وكذا فأنزل الله تعالى هذه الآية فالله سبحانه وتعالى يعترك وتجعلون رزقكم أنكم تكذبون فالله سبحانه وتعالى يعني മഴ എന്ന് പറയുന്ന നിഅമത്തിനെ ആ റിസ്കിനെ നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്നിട്ട് നിങ്ങൾ അതിനെ ആരിലേക്കാണ് നസ്ബ് ചെയ്യുന്നത് അല്ലാഹു അല്ലാത്തവരിലേക്കാണ് നക്ഷത്രങ്ങളിലേക്ക് നിങ്ങൾ അതിനെ നസ്ബ് ചെയ്യുന്നു ഈ നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് രാത്രി മഴ ലഭിച്ചത് നിങ്ങൾ പറയുന്നു അപ്പൊ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾക്കുള്ള റിസ്കിനെ അതിന്റെ ഓഹരി ആയിക്കൊണ്ട് നിങ്ങൾ എന്താണ് കളവാക്കുകയാണോ അപ്പൊ ഹക്കിനെ നിഷേധിക്കുക എന്നത് നിങ്ങളുടെ വിഹിതമാക്കിയിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ചോദിച്ചു أي تجعلون حظكم من الرزق أي المطر الناس يرزقون المطر بفضل الله ويردون النعمة إلى الله അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്ന് അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് മഴ വർഷിപ്പിക്കുന്നു അവർ ആ നിഅമത്തിനെ അല്ലാഹുവിലേക്കാണ് നസ്ബ് ചെയ്യേണ്ടത് എന്ത് പറയണം മുതിർനാ ബിഫضലില്ലാ വ ബിറഹ്മതി അല്ലാഹുവിന്റെ ഫضൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയണം എന്നാൽ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലാഹു അല്ലാത്തവരിലേക്കാണ് അതിനെ നസ്ബ് ചെയ്യുന്നത് طيب قال الاستسقاء بالانواع നക്ഷത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ചന്ദ്രനെ കൊണ്ട്
മഴയ്ക്ക് വേണ്ടി തേടുക എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തെ അൽ ഖിസ്മുൽ അവ്വൽ ഷിർക്കുൻ അക്ബർ. ഒന്നാമത്തെ അതിന്റെ ഹുക്മ് ഷിർക്കുൻ അക്ബറാണ്. വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്നാമത്തത് അൻ യദ്ഉ അലൻവാ ബിസ്സുഖിയ, മഴയ്ക്ക് വേണ്ടി നക്ഷത്രങ്ങളോട് ദുആ ചെയ്യുക. മഴയ്ക്ക് വേണ്ടി നക്ഷത്രങ്ങളോട് ദുആ ചെയ്യുക. കൻ യഖൂല യാ നൗകദ ഇസ്ഖിനാ വമാ അശ്വ ദാലിക്. ഏതെങ്കിലും ഒരു നക്ഷത്രം വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമെന്ന് ദുആ ചെയ്യുക. ഫഹാദാ ശിർക്കുൻ അക്ബർ ലിഅന്നഹു ദഅ ഗൈറല്ലാഹ്. അത് ശിർക്കുൻ അക്ബറാണ്. ഒരു നക്ഷത്രം വിളിച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, മഴയ്ക്ക് വേണ്ടി തേടുക. അവിടെ അള്ളാഹു അല്ലാത്തവരോട് അവൻ ദുആ ചെയ്തു. അങ്ങനെ അത് ശിർക്കുൻ അക്ബറായി തീരും. ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി ശിർക്കുൻ അക്ബർ ആകുന്ന രണ്ടാമത്തെ രൂപം അൻ യൻസിബ ഹുസൂൽ അൽ അംതാർ ഇലാ ഹാദിഹിൽ അൻവാ അലാ അന്നഹാ ഹിയൽ ഫാഇല ബിനഫ്സിഹാ ദൂന അല്ലാഹ് വലൗ ലം യദ്ഉഹാ. അതായത് മഴ വർഷിച്ചു, ആ മഴ ഇന്ന നക്ഷത്രമാണ് പെയ്യിച്ചത്, ആ നക്ഷത്രമാണ് മഴ കൊണ്ടുവന്നത്, അല്ലാഹു തആലയല്ല എന്നൊരു വ്യക്തി ആ നക്ഷത്രത്തിലേക്ക് അതിനെ ചേർത്തി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നക്ഷത്രത്തോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് ശിർക്കുൻ അക്ബറായി തീരും. അത് ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. ഷിർക്കുൻ അക്ബർ ഫിർ റുബൂബിയ്യ, റുബൂബിയത്തിലുള്ള ശിർക്കാണ്. ആദ്യത്തേത് ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. കാരണം അവിടെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. അങ്ങനെ തൗഹീദുൽ ഉലൂഹിയയിൽ ശിർക്ക് സംഭവിച്ചു. രണ്ടാമത്തത് ഷിർക്കുൻ ഫിർ റുബൂബിയ്യ, ഷിർക്കുൻ അക്ബർ ഫിർ റുബൂബിയ്യ. മൂന്നാമത്തതാണ് ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അസ്ഗർ ആയിത്തീരുന്നത് എപ്പോഴാണ്? വൻ യജഅല ഹാദിൽ അൻവാ സബബൻ, ഈ നക്ഷത്രങ്ങളാണ് മഴയ്ക്ക് കാരണം, ഈ നക്ഷത്രങ്ങളാണ് മഴ വർഷിക്കാൻ കാരണം എന്ന് വിശ്വസിക്കുക. അതോടൊപ്പം അവന്റെ വിശ്വാസം അന്നല്ലാഹു വൽ ഖാലിഖുൽ ഫാഇൽ, അല്ലാഹു തആലയാണ് സൃഷ്ടിക്കുന്നത്, അവനാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. لأن كل من جعل سببا لم يجعله الله سببا. അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കത്തൊരു കാര്യത്തെ ആരെങ്കിലും സബബാക്കിയാൽ, അല്ലാഹു തആല മഴയുടെ സബബാക്കിയിട്ടില്ലാത്തൊരു കാര്യത്തെ ഇവിടെ ആരെങ്കിലും സബബാക്കിയാൽ ഫഹുവ മുശ്രിക്കുൻ ഷിർക്കൻ അസ്ഗർ, ഷിർക്കുൻ അസ്ഗർ പ്രവർത്തിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നക്ഷത്രങ്ങളെ മഴയുടെ സബബാക്കിയിട്ടില്ല. ആരെങ്കിലും അല്ലാഹു സബബാക്കാത്തൊരു കാര്യത്തെ ആ കാര്യത്തിന്റെ സബബാക്കിയാൽ അതിന് ഹുക്ം എന്താണ്? ഷിർക്കുൻ അസ്ഗറാണ്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് അൽ ഇസ്തിസ്ഖാ. ഒന്നാമത്തത് ഷിർക്കുൻ അക്ബർ. അതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് നക്ഷത്രത്തോട് നേരിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തത് നക്ഷത്രങ്ങൾ തന്നെയാണ് ആ മഴ വർഷിപ്പിച്ചത് എന്ന് അവൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ആ കാര്യത്തെ അതിലേക്ക് ചേർത്തി പറയുന്നു. അതും ഷിർക്കുൻ അക്ബറാണ്. മൂന്നാമത്തത് ഷിർക്കുൻ അസ്ഗർ, നക്ഷത്രങ്ങളെ സബബാക്കുന്നു, മഴയ്ക്ക് സബബായിട്ടുള്ള നക്ഷത്രങ്ങളാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അല്ലാഹു തആല സബബാക്കാത്തൊരു കാര്യത്തെ ആ ഒരു പ്രവൃത്തിക്ക് അവൻ സബബാക്കിയാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. طيب قال رحمه الله عن أبي مالك الأشعري رضي الله عنه. أبو مالك الأشعري അദ്ദേഹത്തിന്റെ പേര് അൽ ഹാരിസ് ഇബ്നു അൽ ഹാരിസ്, അൽ ഹാരിസ് ഇബ്നുൽ ഹാരിസ്, സഹാബിയുൻ ജലീൽ. അദ്ദേഹം മഹാനായ സഹാബിയാണ്. ഇപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽ അബൂ മാലിക് അൽ അശ്അരി എന്നറിയപ്പെടുന്ന രണ്ട് സഹാബിമാരുണ്ട്.
സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അബൂ മാലിക് അൽ അശ്അരി എന്ന് പറയപ്പെടുന്ന രണ്ട് സ്വഹാബിമാരുണ്ട്. അതിലൊരു സ്വഹാബിയുടെ പേര് അൽ ഹാരിസ് ഇബ്നുൽ ഹാരിസ്. രണ്ടാമത്തെ സ്വഹാബി കഅബ് ഇബ്നു ആസിം. രണ്ടുപേരും അബൂ മാലിക് അൽ അശ്അരി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. عن أبي مالك الأشعري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: أربعة في أمتي من أمر الجاهلية. رسول الله صلى الله عليه وسلم പറഞ്ഞു, أربعة في أمتي, എൻ്റെ ഉമ്മത്തിൽ 4 കാര്യങ്ങളുണ്ട്. മിൻ അംരിൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിലുണ്ട്. അവിടെ ഉമ്മത്ത് എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഉമ്മത്തു ദഅവയാണ്, ഉമ്മത്തുൽ ഇജാബയാണ്. ബഅദുഹും ഖാൽ ഉമ്മത്തു ദഅവ വബഅദുഹും ഖാൽ ഉമ്മത്തുൽ ഇജാബ. 2 അഭിപ്രായങ്ങളുണ്ട്. അർബഅത്തുൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, എന്താണ് ജാഹിലിയ എന്ന് പറഞ്ഞാൽ? ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുള്ള കാലഘട്ടം. ഇപ്പൊ ജാഹിലിയ എന്ന കാലഘട്ടം എന്ന് പറയുന്നത് അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി റസൂലായി നിയോഗിച്ചതോടുകൂടി ജാഹിലിയ കാലഘട്ടം അവസാനിച്ചു. പിന്നെന്തില്ല? ജാഹിലിയ കാലഘട്ടം എന്നുള്ളതില്ല. പക്ഷേ ജാഹിലിയത്തിലെ ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ, എൻ്റെ ഉമ്മത്തിൽ ബാക്കിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആമായിട്ടുള്ള ജാഹിലിയ കാലഘട്ടം കഴിഞ്ഞുപോയി. പക്ഷേ ജാഹിലിയത്തിന്റെ ചില കാര്യങ്ങൾ ഈ ഉമ്മത്തിൽ ബാക്കിയാകും. ജാഹിലിയത്തിലെ ചില സ്വഭാവങ്ങൾ, ജാഹിലിയത്തിലെ ചില ശൈലികളും ചില വിശ്വാസങ്ങളും ചില പ്രവൃത്തികൾ ഇത് ഈ സമൂഹത്തിൽ ബാക്കിയാവും. وكل ما يخالف ما جاءت به الأنبياء والمرسلون فهو جاهلية. قال شيخ الفوزان حفظه الله: كل ما يخالف ما جاءت به الأنبياء والمرسلون, അമ്പിയാക്കളും മുർസലീങ്ങളും കൊണ്ടുവന്നതിനോട് എതിരാകുന്ന എല്ലാ കാര്യങ്ങളും ജാഹിലിയത്താണ്. അർബഅത്തുൻ ഫീ ഉമ്മത്തി മിൻ അംറിൽ ജാഹിലിയ ലാ യത്രുകൂനഹുന്ന, ഈ ഉമ്മത്ത് ഒരിക്കലും ആ 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല. ജാഹിലിയത്തിലെ 4 കാര്യങ്ങളെ ഈ ഉമ്മത്ത് ഒരിക്കലും ഒഴിവാക്കുന്നതല്ല. ഖാല അൽ ഫഖ്റു ബിൽ അഹ്സാബ് والطعن في الأنساب والاستسقاء بالنجوم والنياحة. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? അൽ ഫഖ്റു ബിൽ അഹ്സാബ്, والطعن في الأنساب والاستسقاء بالنجوم والنياحة. وهذا فيه دليل من دلائل النبوة لأن صلى الله عليه وسلم أخبر بالمستقبلات. ഈ ഹദീത്ത് റസൂലിന്റെ നുബുവത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതായത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. أربعة في أمتي من أمور الجاهلية لا يتركونهن. الفخر بالأحساب. എന്താണ് الفخر بالأحساب എന്ന് പറഞ്ഞാൽ? وهو التفاخر والتعاظم ومدح الحسب والنسب والآباء والأجداد. പിതാക്കന്മാരെ പറ്റി അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരെ പറ്റി അവരുടെ മദ്ഹ് പറയുക, അവരെ തഅദീം ചെയ്യുക, അതിന്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുക. എൻ്റെ വല്യപ്പ ഇന്നയാളായിരുന്നു, ഇങ്ങനെയായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അങ്ങനെ മദ്ഹ് പറയുക, പൊങ്ങച്ചം നടിക്കുക. അതൊക്കെയാണ് അൽ ഫഖ്റു ബിൽ അഹ്സാബ്. അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് ഇന്നും ഈ ഉമ്മത്തിലുണ്ട്.
വത്വാനു ഫിൽ അൻസാബ്, നസബിനെ ചീത്ത പറയാ, ആക്ഷേപിക്കുക. കുടുംബ ബന്ധം അല്ലെങ്കിൽ വംശപരമ്പര, അതിനാക്ഷേപിക്കുക. ഉമ്മയെ ആക്ഷേപിക്കുക, ഉപ്പയെ ആക്ഷേപിക്കുക, ഉപ്പാനുപ്പനെ ആക്ഷേപിക്കുക. അങ്ങനെ കുടുംബ പരമ്പര, വംശപരമ്പരയെ ആക്ഷേപിക്കുക. അത് ജാഹിലിയത്തിലെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഈ രണ്ട് സ്വഭാവങ്ങളും ജാഹിലിയത്തിൽപ്പെട്ടതാണ്. ഈ ഉമ്മത്തിൽ അത് നിലനിൽക്കും, ഒരിക്കലും അത് ഉമ്മത്ത് ഉപേക്ഷിക്കുന്നതല്ല. മൂന്നാമത്തത് വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടുക. അൽ ഇസ്തിസ്ഖാ ബിൻ നുജൂം, തലബു സുഖിയ മിനൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടുക. വയദ്ഖുലു ഫീഹി നിസ്ബത്തുൽ മത്റ ഇലൻ നൂം വഹിയ നുജൂം, അതിൽപ്പെട്ടതാണ് നക്ഷത്രങ്ങളിലേക്ക് മഴയെ ചേർത്ത് പറയുക. ഇന്ന നക്ഷത്രം കാരണം ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയാം. ഫൈൻ നസബഹ ഇലൻ നുജൂം ഔ ഇലൽ മനാസിൽ ലിദാതിഹ ഫഹുവ കുഫ്റുൻ അക്ബർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മഴ തന്നെ, ആ നക്ഷത്രമാണ് മഴ വർഷിച്ചത് എന്ന് അതിന്റെ ദാത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ദാത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് കുഫ്റുൻ അക്ബറാണ്. നേരെ മറിച്ച് മഴ വർഷിക്കാനുണ്ടായിട്ടുള്ള സബബ് ഇന്ന നക്ഷത്രമാണെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. കാരണം അല്ലാഹു തആല മഴക്ക് നക്ഷത്രങ്ങളെ സബബാക്കിയിട്ടില്ല, കാരണമാക്കിയിട്ടില്ല. വന്നിയാഹ, നാലാമത്തത് അന്നിയാഹ. നിയാഹത്ത് എന്ന് പറയുന്നത് ജാഹിലിയത്തിലെ പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് നിയാഹ എന്ന് പറഞ്ഞാൽ? റഫു സൗത്ത് ബിൻ നദബ് അലൽ മയ്യിത്ത്, മയ്യത്തിന്റെ മേലെ അലറിക്കരയോ, ഉച്ചത്തില് നിലവിളിക്കും. ബിദിക്രി മഹാസിനി, ആ മയ്യത്തിന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലും അതൃപ്തിപ്പെട്ടുകൊണ്ട്, അതിനെ വെറുത്തുകൊണ്ടൊക്കെ നിലവിളിച്ച് കരയുക മയ്യത്തിന്റെ മേലെ, നെഞ്ചത്തടിച്ച് കരയുക, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കീറുക, മുഖത്തടിക്കുക, ഇങ്ങനെ ഒച്ചത്തില് കരയുക. അത് ജാഹിലിയത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. മയ്യത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കരയാം. വഹാദിൽ അശ്യാ മിനൽ കബായിർ, ഈ കാര്യങ്ങളൊക്കെ കബായിറായിട്ടുള്ള കാര്യങ്ങൾ, വൻപാപങ്ങളിൽ പെട്ടതാണ്. വൻപാപങ്ങളിൽ പെട്ടതാണ്. അൽ ഫഖ്റു ബിൽ അഹ്സാബ് വത്തൊഅനു ഫിൽ അൻസാബ് വലിസ്തിസ്ഖാ ബിൻ നുജൂം വന്നിയാഹ. ഖാല ശൈഖുൽ ഇസ്ലാം വത്തശബ്ബുഹ് ബിൽ മുശ്രിക്കീന വൽ കുഫാർ. ഇവിടെ തശബ്ബുഹ് ബിൽ ജാഹിലിയ്യ എന്നാണ് പറയുന്നത്, ജാഹിലിയത്തിലെ ആളുകളോടുള്ള സാദൃശ്യം. അതായത് തശബ്ബുഹ് ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് തശബ്ബുഹ്. അപ്പൊ മുശ്രിക്കുകളോട് തശബ്ബുഹായി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥ എന്താണ്? കബീറത്തുൻ മിൻ കബായിരി ദുനൂബ്, വൻപാപമാണ് ഏറ്റവും കുറവ്. ഏറ്റവും കുറഞ്ഞത് അത് വൻപാപമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം വത്തശബ്ബുഹു ബിൽ മുശ്രിക്കീൻ വൽ കുഫാർ അഖല്ലു അഹ്വാലിഹി അന്നഹു മിനൽ കബായിർ ഇല്ലം യകുൻ കുഫ്റൻ. لأن الرسول صلى الله عليه وسلم قال من تشبه بقوم فهو منهم. ആരെങ്കിലും ഒരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടാൽ അവനും അവരിൽപ്പെട്ടവനായി. ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ ജാഹിലിയത്തിനോട് സാദൃശ്യപ്പെട്ടു. ജാഹിലിയത്തിലുണ്ടായ മുശ്രിക്കീങ്ങളോട്, കാഫിര്യങ്ങളോട് അവൻ സാദൃശ്യപ്പെട്ടു. അപ്പൊ ആ സംഗതി കുഫ്ർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്തായിത്തീരും? വൻപാപമായി തീരും. ثم قال وقال النائحة إذا لم تتب قبل موتها تقام يوم القيامة وعليها سربال من قطران ودرع من جرب. رواه مسلم. وقال النائحة, نائحة നിയാഹ എന്നതിന്റെ ജംആ, അതായത് മയ്യത്തിന്റെ മേലെ തേങ്ങലടിച്ച് കരയാം. وقال النائحة إذا لم تتب قبل موتها, അവൾ മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് മയ്യത്തിന്റെ മേലെ തേങ്ങലടിച്ച് കരഞ്ഞ ആ പ്രവൃത്തിയിൽ നിന്ന് അവൾ മരണപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ. ഇപ്പൊ ഇവിടെ ഖബല മൗതിഹ എന്നാണ് പറഞ്ഞത്.
അവിടെ എന്തുകൊണ്ടാണ് പിന്നെ സ്ത്രീലിംഗത്തിലേക്ക്, അതായത് സ്ത്രീലിംഗത്തിലേക്ക് അവിടെ അതിനെ ചേർത്തി പറഞ്ഞത്? ഖബല മൗതിഹ, അവളുടെ മരണത്തിന് മുമ്പ്. നേരെ മറിച്ച് ഖബല മൗതിഹി എന്ന് പറയാതെ ഗാലിബായിട്ടുള്ളത് എന്താണ്? സ്ത്രീകളാണ് പ്രവൃത്തി ചെയ്യുന്നത്. അൽ ഗാലിബ് അല നിയാഹ അൻ തകൂന മിനൻ നിസാ. മയ്യത്തിന്റെ മേലെ ഏങ്ങലടിച്ച് കരയാന്നുള്ളത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സ്ത്രീകളിൽ നിന്ന്. അതുകൊണ്ടാണ് അവിടെ ഖബല മൗതിഹ മുഅന്നസിലേക്ക് ചേർത്തി പറഞ്ഞത്. വഖദ് യഫ്അലുഹു അർ-റിജാൽ, പുരുഷന്മാരും അത് പ്രവർത്തിക്കും, അവരിൽ നിന്നും അത് സംഭവിക്കും. പക്ഷേ ഗാലിബൻ സ്ത്രീകളിൽ നിന്നാണ് കൂടുതലും. അപ്പോൾ അവൾ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല മരണത്തിന് മുമ്പ് എങ്കിൽ അവൾക്കുള്ള അദാബ് എന്താണ്? തുഖാമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവള് കൊണ്ടുവരപ്പെടും, അവൾ എഴുന്നേറ്റ് നിർത്തപ്പെടും. വഅലൈഹാ സിർബാലുൻ മിൻ ഖത്തിറാൻ, ഖത്തിറാൻ എന്ന് പറഞ്ഞാൽ ടാറാണ്. ടാർ കൊണ്ടുള്ള കുപ്പായം അവൾക്ക് മേലെ അണിയിക്കപ്പെടും. വദിർഉൻ മിൻ ജറബിൻ, ജറബ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ തൊലിയിൽ ബാധിക്കുന്ന അസുഖമാണ്, ചരങ്ങ് ചൊറിയൊക്കെ പോലെ മേലാകെ ബാധിക്കുന്ന രോഗം. അതുകൊണ്ടുള്ള ദിർഉ അവളെ മേലെ അണിയിക്കപ്പെടും, അതായത് പടച്ചട്ട. ഇതാണ് അവൾക്കുള്ള ശിക്ഷ. ഇദാ ലം തതും ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലുൻ മിൻ ഖത്തിറാൻ വദിർഉൻ മിൻ ജറബ്. അൽ ഖത്തിറാൻ درع كدرع الحروب تلبسه من الحرب والحرب مرض والجرب مرض قاتل وهذا جزاؤها رواه مسلم. النائحة إذا لم تتب قبل موتها حتى لو كانت من الإسلام هذا عذابها يوم القيامة. അസ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ തൗബ ചെയ്യാതെ മരണപ്പെടുന്നു, ഇനി അവൻ മുസ്ലിമാണ്, ഇസ്ലാമിലാണെങ്കിൽ പോലും അവനുള്ള ശിക്ഷ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ. തയ്യിബ്. അപ്പൊ ഇസ്തിസ്ഖ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടുക എന്നത് ഷിർക്കാണ്. റുബൂബിയത്തിലുള്ള ഷിർക്കാണോ അല്ല ഉലൂഹിയത്തിലുള്ള ഷിർക്കാണോ? തഫ്സീലോടുകൂടി. അതായത് മഴയ്ക്ക് വേണ്ടി നക്ഷത്രങ്ങളോട് ദുആ ചെയ്യുകയാണെങ്കിൽ അതെന്തായി തീരും? ഉലൂഹിയത്തിലുള്ള ഷിർക്കായി തീരും. ഇനി നക്ഷത്രങ്ങൾ തന്നെയാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ അത് റുബൂബിയത്തിലുള്ള ഷിർക്കാണ്. قال ولهما عن زيد بن خالد رضي الله عنه قال صلى لنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية. قال صلى لنا رسول الله صلى الله عليه وسلم. ഇവിടെ ലന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബിന, സല്ല ബിന. നേരെ മറിച്ച് ഞങ്ങൾക്ക് വേണ്ടി റസൂൽ നമസ്കരിച്ചു എന്നല്ല. നേരെ മറിച്ച് ലന എന്ന് പറഞ്ഞാൽ ബിന എന്നർത്ഥം. സല്ല ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللام بمعنى الباء بنا. صلى لنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية. حديبية والحديبية രണ്ടും ജائزة. حديبية والحديبية. على إثر سماء كانت من الليل. على إثر سماء كانت من الليل. أي بعد أن أصيب المطر، بعد أن أصيب الناس تلك الليلة المطر. അതായത് ആ ദിവസം രാത്രി ജനങ്ങൾക്ക് മഴ വർഷിച്ചതിന് ശേഷം സുബഹി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമാമായി കൊണ്ട് നമസ്കരിച്ചു ഹുദൈബിയയിൽ വെച്ച്. അന്ന് തലേന്ന് രാത്രി മഴ വർഷിച്ചിരുന്നു.
ഫലമ്മൻ സറഫ അഖ്ബല അലന്നാസ്, അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷം അഖ്ബല അലന്നാസ്, ജനങ്ങൾക്ക് അഭിമുഖമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം استدل بهذا الإمام البخاري وغيره لأن الإمام ينحرف بعد الصلاة ويستقبل الناس بوجهه. ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം തെളിവാക്കിക്കൊണ്ട് ഇമാം ബുഖാരി അതുപോലെ തന്നെ മറ്റ് ഇമാമിങ്ങളൊക്കെ തെളിവാക്കിയിട്ടുണ്ട്. അതായത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാം മഅ്മൂമിങ്ങൾക്ക് അഭിമുഖമായി കൊണ്ട് ഇരിക്കണം എന്നതിന് ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ച് നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായി കൊണ്ടിരുന്നു. وهذا رد على الشيعة الذين إذا أكملوا الصلاة جلسوا متوجهين للقبلة. ഈ ഹദീസ് ഷിയാക്കൾക്കുള്ള റദ്ദാണ്. അതായത് അവരെ നമസ്കാരിച്ചു കഴിഞ്ഞാൽ ഇമാം എന്ത് ചെയ്യും? ഖിബിലക്ക് അഭിമുഖമായിട്ട് കൊണ്ട് തന്നെ ഇരിക്കും. നേരെ മറിച്ച് ജനങ്ങൾക്ക് അഭിമുഖമായി ഇരിക്കുന്നതല്ല. അതേപോലെ തന്നെ അല്ലേ ഇവര് സൂഫികൾ ചെയ്യുന്നത്. فلما انصرف أقبل على الناس فقال هل تدرون ماذا قال ربكم هل تدرون ماذا قال ربكم. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? വഹാദാ മിനൽ ഖിതാബ് വമിൻ അസാലീബ് തഅലീം അത്തുല്ലാബ്. അപ്പോൾ സംസാരിക്കുന്നതിന് അതുപോലെ തന്നെ തുല്ലാബുകളെ ഇൽമു പഠിപ്പിക്കുന്നതിനെയും ഉസ്ലൂബുകളിൽപ്പെട്ടതാണ്, ഇതിൻ്റെ ഒരു രീതി ശൈലിയിൽപ്പെട്ടതാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും ഹത്താ യതഫഖസു ഔ ഹത്താ യതഹഫസു ലിസമാഇ ദാലിക. അതായത് ആ പറഞ്ഞ കാര്യം എന്താണ് കേൾക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കേൾക്കുന്നതിന് വേണ്ടി അവര് തയ്യാറായി അവരുടെ കാതുകൾ കൂർപ്പിച്ച് ഇരിക്കും. ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. فذكر بعض العلماء وفيه أدب الصحابة. സഹാബാക്കളുടെ അദബ് ഈ ഹദീസിലുണ്ട്. സഹാബാക്കളുടെ അദബ് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അറിയാത്തൊരു കാര്യം അവരോട് ചോദിക്കപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഖാല ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് യുഖാൽ ഫിൽ ഉമൂർ അശ്ശറഇയ്യ അല്ലാഹു റസൂലുഹു അഅലം. ശർഈ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കപ്പെട്ടാൽ നീ പറയാം അല്ലാഹു റസൂലുഹു അഅലം, ശർഈ ആയിട്ടുള്ള കാര്യങ്ങളിൽ. വഫിൽ ഉമൂരിൽ കൗനിയ്യ, ഈ ശർഈ അല്ല, നേരെ മറിച്ച് പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ എന്താണ് പറയേണ്ടത്? അല്ലാഹു അഅലം, അല്ലാഹു അഅലം. വഖാല ബഅദുഹും യുഖാൽ അല്ലാഹു വറസൂലുഹു അഅലം ഫീ ഹയാത്തി റസൂലില്ലാ. ചില ഉലമാക്കൾ പറഞ്ഞു റസൂലിന്റെ ജീവിതത്തിലെ കാലഘട്ടത്തിലാണെങ്കിൽ, റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് എങ്കിൽ അവന് പറയാം അല്ലാഹു വറസൂലുഹു അഅലം. ഇനി റസൂലിന്റെ വഫാത്തിന് ശേഷമാണെങ്കിൽ എന്ത് പറയാം? അല്ലാഹു അഅലം എന്ന് പറയാം. തയ്യിബ്. قال أصبح من عبادي مؤمن بي وكافر. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അസ്ബഹ മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ ആയിത്തീർന്നിരിക്കുന്നു, മുഅ്മിനും ബി വകാഫിർ, കാഫിറും ബി, എന്നിൽ മുഅ്മിനായിട്ടുള്ള ആളുകളും എന്നിൽ കാഫിറായിട്ടുള്ള ആളുകളും, എന്നിൽ വിശ്വസിച്ചവരും എന്നിൽ അവിശ്വസിച്ചവരുമായിരിക്കുന്നു എൻ്റെ അടിമകൾ. അസ്ബഹ മിൻ ഇബാദി അൽ ഉബൂദിയ്യ അൽ ആമ്മ,
അവിടെ ഉദ്ദേശം അൽ ഉബൂദിയ്യ അൽ ആമ, മൊത്തമായ ആമായിട്ടുള്ള ഉബൂദിയത്താണ്. മുഅ്മിനും ബി വ കാഫിറുൻ, ചില അടിമകൾ എന്തായിട്ടുണ്ട്? എന്റെ കാര്യത്തിൽ മുഅ്മിനായിട്ടുണ്ട്. ചില അടിമകൾ കാഫിറുകളായിട്ടുണ്ട്. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ആരാണോ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്, ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. വകാഫിറുൻ ബിൽ കൗകബ്, അവൻ ഗോളങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു. ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, അതിൽ അവിശ്വസിച്ചിരിക്കുന്നു. വഅമ്മാ മൻ ഖാല, ഇനി ഇപ്രകാരം ആരാണോ പറഞ്ഞത്, മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്ന ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു എന്ന് ആരാണോ പറഞ്ഞത്, ഫദാലിക കാഫിറുൻ ബി, അവൻ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു. മുഅ്മിനും ബിൽ കവാകിബ്, അവൻ ഗോളങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. وذكر هذا بعض العلماء من أذكار المطر, ചില ഉലമാക്കൾ ഇതിനെ മഴ പെയ്യുമ്പോഴുള്ള ദിക്റിൽ പെടുത്തിയിട്ടുണ്ട്. ഏതാണ്? ബിഫദ്ലില്ലാഹി വറഹ്മതിഹി മിൻ അദ്കാരിൽ മത്തർ. എപ്പോഴാണ് അത് പറയേണ്ടത്? ബഅദൽ മത്തർ, മഴ വർഷിച്ചതിന് ശേഷം. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഐ ബിസബബി ഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, അവന്റെ ഫദ്ൽ കാരണത്താലും റഹ്മത്ത് കാരണത്താലും ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ ഫദ്ൽ കാരണത്താൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് കാരണത്താൽ ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു. ലാ ശൈഉൻ യതദഖലു ഫീ ദാലിക ഫദ്ലുല്ലാഹി വറഹ്മതിഹി അന്നഹു സഖാന ഫദാലിക മുഅ്മിനും ബി വകാഫിറുൻ ബിൽ കൗകബ്. അള്ളാഹുവിന്റെ ഫദ്ലിലേക്ക്, അവന്റെ റഹ്മത്തിലേക്ക് ഒന്നും തന്നെ പ്രവേശിക്കുന്നതല്ല. അതായത് പുറമേ നിന്നുള്ള ഒന്നും തന്നെ അതിലേക്ക് പ്രവേശിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞവൻ അള്ളാഹുൽ വിശ്വസിച്ചു, അതേപോലെ ഗോളങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തു. വഅമ്മാ മൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്ന ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു എന്ന് ആരാണോ പറഞ്ഞത്, ഐ സബബി നൗഇ കദാ വകദാ, അവിടെ ഉദ്ദേശം നക്ഷത്രങ്ങൾ കാരണത്താൽ, ഇന്ന നക്ഷത്രം കാരണത്താൽ ഞങ്ങൾക്ക് മഴ വർഷിക്കപ്പെട്ടു എന്ന് ആരാണോ പറഞ്ഞത്, ഫദാലിക കാഫിറുൻ ബി മുഅ്മിനും ബിൽ കവാകിബ്, അവൻ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ ഗോളങ്ങളിൽ അവൻ വിശ്വസിച്ചിരിക്കുന്നു. وهذا الحديث في البخاري ومسلم وأخرجه مسلم عن ابن عباس وأبي هريرة وهو دليل على أن الله يتكلم متى شاء وكيف شاء. ഈ ഹദീസിന്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. طيب فإذا إضافة أي نعمة من النعم إلى غير الله، إذا قصد إضافة هذه النعمة إلى غير الله أنها هو المؤثر في هذه النعمة وهي السبب في هذه النعمة فهذا شرك وكافر بالله عز وجل. الله تعالى എന്നുള്ള ഏതൊരു നിഅമത്താകട്ടെ അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം അല്ലാഹു അല്ലാത്തവരിലേക്ക് ആ നിഅമത്തിനെ ബന്ധിപ്പിക്കലാണ്. അതായത് ആ നിഅമത്ത് ആരൊക്കെയാണോ അവൻ ബന്ധിപ്പിച്ചത് അവനിൽ നിന്നുള്ളതാണ്, ഇന്ന നക്ഷത്രത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ നിന്നാണ് ഈ നിഅമത്ത്. അതേത് നിഅമത്താകട്ടെ, മഴയാകട്ടെ, അല്ലെങ്കിൽ സന്താനങ്ങൾ നൽകുന്നതാകട്ടെ, അല്ലെങ്കിൽ ആരോഗ്യം, അതേത് നിഅമത്താകട്ടെ, അല്ലാഹു അല്ലാത്തവരിലേക്ക് ആ നിഅമത്തിനെ ചേർത്തി പറയുകയും ആ വ്യക്തിയാണ് ആ നിഅമത്തിനെ നൽകിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഫഹാദാ ശിർക്കുൻ കാഫിറുൻ ബില്ലാഹി അസ്സ വജൽ, അത് ശിർക്കാണ്, അവൻ കാഫിറായിത്തീരും. ഏതെങ്കിലും തങ്ങന്മാരോ ഔലിയാക്കളോ ആണ് ഞങ്ങൾക്ക് മഴ വർഷിച്ചത്, അവരാണ് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടിയെ നൽകിയത് ഇന്ന തങ്ങളാണ് എന്നാരെങ്കിലും, അതുപോലെ ഏത് നിഅമത്താകട്ടെ അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ആ നിഅമത്ത് നൽകിയിട്ടുള്ളത് ഇന്ന വ്യക്തിയാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. വഇദാ കാന യദുന്നു അന്നഹു സബബുൻ ലിദാലിക്, നേരെ മറിച്ച് ആ നിഅമത്തിന്റെ സബബ് ഇന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പൊ മഴ വർഷിക്കാനുള്ള സബബ്
എന്താണ്? കർക്കിടകമാണ്. കർക്കിടകം രാത്രി ദിവസമായതുകൊണ്ടാണ് മഴ വർഷിച്ചത്. അതേപോലെ തന്നെ ഇന്ന വ്യക്തി കാരണത്താലാണ് ഞങ്ങൾക്ക് കുട്ടിയെ ലഭിച്ചത്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അല്ലാഹു തആല സബബാക്കാത്തൊരു കാര്യത്തെ ആ നിഅമത്തിന്റെ പേരിൽ അവൻ സബബാക്കിയാൽ അതെന്താണ്? ഷിർക്കുൻ അസ്ഗർ. അല്ലാഹു തആല ഒരു കാര്യത്തിന് സബബാക്കിയിട്ടില്ലാത്തൊരു കാര്യത്തെ അവൻ സബബാക്കിയാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇദാഫത്തു നിഅം ലാ തകൂനു ഇല്ലാ ലില്ലാഹ്. ഇപ്പം നിഅമത്തുകൾ അള്ളാഹു അല്ലാത്തവരിലേക്കല്ലാതെ ഇദാഫത്ത് ചെയ്യാൻ പാടില്ല. ഏത് നിഅമത്താകട്ടെ അത് അള്ളാഹുവിൽ നിന്നാണ്. ഇപ്പം വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. ഏത് നിഅമത്തും അല്ലാഹു തആലയിൽ നിന്ന് മാത്രമാണ്. ഖാസത്തൻ അൻ-നിഅമ അല്ലതി ലാ യതസബ്ബബു ഫീഹാ അഹദ്. പ്രത്യേകിച്ച് ഒരാൾക്കും ഒരു സബബിനും സാധ്യതയില്ലാത്ത ഒരു പ്രത്യേകിച്ചിട്ടുള്ള നിയമത്തുകൾ. ഇതുപോലെ മിസ്ലുൽ മത്തർ, മഴ പോലെയുള്ള നിയമത്തുകൾ, അതിൽ ഒരാൾക്കും എന്തില്ല? പ്രവേശനമില്ല. ഹലിന്നാസ് യതസബ്ബബൂന ഫീ വുജൂദി സഹാബ് ഔ റിയാഹ് ഔ ശൈഇൻ മിൻ ദാലിക്. മേഘങ്ങളെ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ കാറ്റുകളെ അയക്കുന്നു, അങ്ങനെ മഴ വർഷിക്കുന്നു. അതിൽ ജനങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവർ സബബായിട്ടുണ്ടോ? ഇല്ല. ലാ യതസബ്ബബൂൻ. الناس لا يستطيعون أن يجمعوا المطر والماء فإنما المطر بفضل الله ورحمته. ആ കാര്യം അല്ലാഹു തആലക്ക് മാത്രം ഉള്ളതാണ്. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ജിന്നിനും മഴയെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വെള്ളത്തെ ജമ ചെയ്യാനോ മേഘങ്ങളെ കൊണ്ടുവരാനോ സാധിക്കുന്നതല്ല. അത് അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്നും അവന്റെ റഹ്മത്തിൽ നിന്നുമാണ്. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടുമാണ്. അതായത് അവന്റെ സബബാണ്. അതേപോലെ തന്നെയാണ് ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്ത്. ഹിദായ എന്ന് പറയുന്ന നിഅമത്ത്, ഹിദായത്ത് തൗഫീഖ്. ഒരാൾക്കും തന്നെ അവന്റെ നഫ്സിൽ നിന്ന് ഒരാൾക്കും ഹിദായത്ത് നൽകാൻ സാധിക്കുന്നതല്ല. സ്വന്തമായി കൊണ്ട് ഒരാൾക്കും മറ്റൊരാൾക്ക് ഹിദായത്ത് നൽകാൻ സാധിക്കുന്നതല്ല. ലാകിൻ മിസ്ലു നിഅമത്തി സവാജ്. എന്നാൽ വിവാഹം എന്ന് പറയുന്ന നിഅമത്ത്, ഒരാൾ പറയാണ് ഫുലാനുൻ സവ്വജനി, ഇന്ന വ്യക്തിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത് എന്നവന് പറയുന്നു. ഇന്ന ആളാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്നഹു ജമഅ ലി മാലൻ ഔ അതാനി ഇബ്നതഹു. ആ വ്യക്തി എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നെ പൈസ നൽകി, പണം നൽകി. അതേപോലെ തന്നെ അയാളുടെ മകളെ എനിക്ക് തന്നു. അതാണ് അവിടെ ഉദ്ദേശം. ലാകിൻ മൻ തഫضل عليك وقدر لك الزواج الله وحده. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് അവന് ഖദറാക്കിയിട്ടുള്ളതും ആ ഫദ്ല് അവന്റെ മേലെ നൽകിയിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. فأضيف النعمة إلى الله سبحانه وتعالى. അപ്പോൾ നിഅമത്തുകൾ അല്ലാഹു തആലയിലേക്ക് മാത്രമായി കൊണ്ട് ചേർത്ത് പറയണം. قال ولهما الصحيح في المسلم فقط. ബുഖാരി മുസ്ലിമിൽ എന്നാണ് പറഞ്ഞത്, പക്ഷേ മുസ്ലിമിൽ മാത്രമാണ് ഹദീസ്. من حديث ابن عباس بمعناه وفيه قال بعضهم لقد صدقنا كذا وكذا فأنزل الله هذه الآيات فلا أقسم بمواقع النجوم إلى قوله وتجعلون رزقكم أنكم تكذبون. ابن عباس رضي الله عنهما റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിൽ പറയുകയാണ് ലഖദ് സദഖ നൗ കദാ വകദാ. ചില ആളുകൾ പറഞ്ഞു ആ നക്ഷത്രം, ഇന്ന നക്ഷത്രം അത് സത്യമാണ്, അത് സത്യമായിരിക്കുന്നു എന്ന് ചില ആളുകൾ പറയും. وقد تكون هذه فتنة مثلا يظهر النوم أو يظهر نوء يقول بعض الناس سيكون مطر فينزل المطر ابتلاء ومحنة وفتنة. ഇപ്പോൾ ചില ആളുകൾ പറയുന്നു ആകാശത്തൊരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, ആ നക്ഷത്രത്തെ നോക്കിയിട്ട് അവർ പറയും ഇപ്പൊ മഴ പെയ്യും. അങ്ങനെ മഴ പെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ മഴ വർഷിപ്പിച്ചു.
യഥാർത്ഥത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് പരീക്ഷണമായി കൊണ്ട് വർഷിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞ ഉടനെ തന്നെ മഴ പെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ലഖദ് സദഖ നൗഖദ വഖദ, ആ നക്ഷത്രം സത്യമായിരിക്കുന്നു, ആ വ്യക്തി പറഞ്ഞത് സത്യമായിരിക്കുന്നു, തീർച്ചയായും നക്ഷത്രം എന്താണ്, മഴ കൊണ്ടുവരുന്നതാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ഇലാ ഖൗലിഹി വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫിത്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വർഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് പരീക്ഷണമായിക്കൊണ്ടാണ്. വഹകദ ബഅദുന്നാ യുസദ്ദിഖു ബഅദുൽ മുനജ്ജിമീൻ വസ്സഹറ വൽകഹന വൽഅറാഫീൻ. അതേപോലെയാണ് ചില ആളുകൾ ചില സഹറന്മാരെ, ജ്യോത്സ്യന്മാരെ ഒക്കെ വിശ്വസിക്കുന്നത്. അവര് ഒരു നൂല് കെട്ടും, എന്നിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഊതും, എന്നിട്ട് രോഗിയായിട്ടുള്ള ആളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും, അയാളുടെ രോഗം മാറും. അപ്പോൾ സാധാരണ ജനങ്ങൾ വിചാരിക്കും ഈ സാഹിറിന്റെ ഈ പ്രവൃത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ നൂല് കൊണ്ടാണ് രോഗം മാറിയത്. അല്ലെങ്കിൽ ചില ഗർഭിണികളാകാത്ത ചില സ്ത്രീകൾ ഗർഭിണികളാകും, അല്ലെങ്കിൽ വിളവില്ലാത്ത ഭൂമിയിൽ വിളവുണ്ടാവും. ഇപ്പൊ മിസ്കീനുകളായിട്ടുള്ള ചില ആളുകൾ പറയും ആ സാഹിർ സത്യസന്ധനാണ്, അല്ലെങ്കിൽ ആ ജ്യോത്സ്യന് പറഞ്ഞത് ശരിയാണ് എന്ന് സാധാരണ മിസ്കീനുകളായിട്ടുള്ള ആളുകൾ പറയും, ആമികൾ പറയും. അങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നവരായി മാറും. ഇപ്പൊ ദജ്ജാലിന്റെ അവസ്ഥ നോക്കുക. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരുപാട് പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ് ആകാശത്തിനോട് പറയും മഴ വർഷിപ്പിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് സംഭവിക്കും? ഫതുത്മിർ ഔ തുംതിർ, ആകാശം മഴ വർഷിക്കും. ആ മഴ വർഷിക്കുന്നത് ദജ്ജാലിന്റെ കൽപ്പന കൊണ്ടാണോ അതല്ല അല്ലാഹു തആലയുടെ കൽപ്പന കൊണ്ടാണോ? അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവിടെ മഴ വർഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഇംതിഹാനൻ വഖ്തിബാറൻ ലിന്നാസ്. അതേപോലെ തന്നെ ഭൂമിയോട് ദജ്ജാൽ പറയും നീ മുളപ്പിക്കുക, അങ്ങനെ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കും. ആ വക്തിൽ തന്നെ, ആ സമയത്ത് തന്നെ സസ്യങ്ങൾ മുളക്കും. പക്ഷെ യഥാർത്ഥത്തിൽ സസ്യങ്ങൾ മുളക്കുന്നത് ദജ്ജാലിന്റെ കൽപ്പന കൊണ്ടാണോ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണോ? അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് ദുആഫാക്കളായിട്ടുള്ള ആളുകൾ ദജ്ജാലിന്റെ കൂടെ കൂടും. അപ്പൊ അത് വളരെ വലിയൊരു പരീക്ഷണമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പറഞ്ഞു ആ നക്ഷത്രം സത്യമാണ്, മഴ വർഷിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. അല്ല, കാര്യങ്ങൾ അങ്ങനെയല്ല. നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. നക്ഷത്രങ്ങളുടെ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ, അതിനെ തൊട്ട് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. മത്താലിഉഹാ വ മനാസിലുഹാ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായും അത് കരീമായിട്ടുള്ള ഖുർആൻ തന്നെയാണ്. ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ മേലെ നക്ഷത്രങ്ങളുടെ ഉദയസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അസ്തമന സ്ഥാനങ്ങളെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനം തന്നെയാണ് സത്യം. ഈ ഖുർആൻ തീർച്ചയായും അല്ലാഹുവിൽ നിന്നാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇവിടെ എന്താണ് മുനാസബ? ഇവിടെ നുജൂമുകളും അതേപോലെ തന്നെ ഖുർആനും തമ്മിലുള്ള മുനാസബത്ത് എന്താണ്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളുടെ മത്താലികളെ വെച്ച് അല്ലെങ്കിൽ ഉദയ അസ്തമന സ്ഥാനങ്ങളെ തൊട്ട് സത്യം ചെയ്തത് ഖുർആനിന്റെ കാര്യത്തിൽ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ കാര്യത്തിൽ ചില മുനാസബത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അവിടെ അവന് അനുയോജ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ യോജിച്ചു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ലിഅന്ന നുജൂം യുഹ്തദാ ബിഹാ മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. മിൻ ദുലുമാത്ത് അൽ ബർരി വൽ ബഹർ, അതായത് നക്ഷത്രങ്ങളെ കൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ, കരയുടെയും അതേപോലെ തന്നെ കടലിലെയും ഇരുട്ടിൽ നിന്ന് ഒരാൾക്ക് വഴി കാണിക്കപ്പെടും. നക്ഷത്രങ്ങൾ രാത്രിയിലെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ അവസ്ഥയിൽ
വഴി അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ മരുഭൂമിയിലാകട്ടെ കടലിലാകട്ടെ നക്ഷത്രങ്ങൾ അവന് വഴി കാണിക്കും. ദുലുമാത്തുൻ ളാഹിറ ഹിസ്സിയ, ഭൗതികമായ ളാഹിറത്തായ ബാഹ്യമായിട്ടുള്ള ഇരുട്ടിൽ നിന്ന് നക്ഷത്രങ്ങൾ ഒരുവന് വഴി കാണിച്ചു കൊടുക്കും. വൽ ഖുർആൻ യുഹ്തദാ ബിഹി മിൻ ദുലുമാത്തിൽ ജഹൽ, അതേപോലെ ഖുർആൻ എന്നത് ജഹൽ എന്ന ഇരുട്ടിൽ നിന്ന് ഒരുവന് വഴി കാണിക്കുന്നതാണ്. വൽ ഖുർആൻ യുഹ്തദാ ബിഹി മിൻ ദുലുമാത്തിൽ ജഹൽ, ദുലുമാത്ത് മഅനവിയ്യ, അത് മഅനവിയായിട്ടുള്ള ഇരുട്ടാണ്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല, പക്ഷേ അത് മഅനവിയായിട്ടുള്ള ഇരുട്ടാണ്. അതൊന്ന്. വന്നുജൂമു സീനത്തൻ ലിസ്സമാ, ആകാശങ്ങൾക്ക് അലങ്കാരമാണ് നക്ഷത്രങ്ങൾ. വൽ ഖുർആൻ സീനത്തുൽ മുഅ്മിൻ വസീനത്തുൽ അർദ്, അതേസമയം ഖുർആൻ എന്നത് ഭൂമിയുടെ അലങ്കാരമാണ്, അതേപോലെ മുഅ്മിനുകൾക്കുള്ള അലങ്കാരമാണ് ഖുർആൻ. കദാലിക നുജൂം റുജൂമുൻ ലിശയാത്തീൻ, ശൈത്താനുകളെ എറിയുന്നതാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളെ കൊണ്ട് ശൈത്താനുകൾ എറി. വൽ ഖുർആൻ റുജൂമുൻ ലിഅഹ്ലി ദ്ദലാൽ, ദ്വലാലത്തിന്റെ ആളുകളെ എറിയുന്നതാണ് ഖുർആൻ. വന്നുജൂം ആയാത്ത് കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ആയത്തിൽപ്പെട്ടതാണ് നക്ഷത്രങ്ങൾ. വൽ ഖുർആൻ ആയാത്ത് ശർഇയ്യ, അള്ളാഹുവിന്റെ ശർഇ ആയിട്ടുള്ള ആയത്തുകളാണ് ഖുർആൻ. വദക്കറഹ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഇലാഹുനാ സുബ്ഹാനക വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം